19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയാകുമ്പോൾ ആഗോള സാഹചര്യം മാറുന്നു. ആഗോള സാഹചര്യത്തിനനുസരിച്ച് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്യന്മാർ കോളനി സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആഗോള സാഹചര്യം വന്നു കഴിഞ്ഞു. ഭൂഖണ്ഡങ്ങൾ ചുറ്റിക്കറങ്ങി അവർ പോർച്ചുഗീസുകാരുടെ കാലം തൊട്ട് ബ്രിട്ടീഷുകാരെത്തുമ്പോഴേക്കും അത് വൻപോയി. മാർക്സിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ മുതലാളിത്തം ലോകത്തെ മുഴുവൻ ക്യാപിറ്റൽ മൂലധനം ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി. പക്ഷേ മാർക്സിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിന് വീക്ഷിക്കാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ ദർശിക്കാൻ കഴിയാതിരുന്നൊരു പ്രതിഭാസത്തെക്കുറിച്ച് പിന്നീട് ലെനിൻ പറയുന്നുണ്ട്. അത് സാമ്രാജ്യത്വമാണ്. മുതലാളിത്തത്തിൻ്റെ വികസിത രൂപമാണ് സാമ്രാജ്യത്വം. പിന്നീട് അദ്ദേഹം പുസ്തകം എഴുതി. പക്ഷേ 870-കൾ തൊട്ട് ആ പ്രതിഭാസം രംഗത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മൂലധന കയറ്റുമതിയാണ്. നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളിലോ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ പോയി വസ്തുക്കൾ, അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ശേഖരിച്ച് യൂറോപ്യൻ കമ്പോളത്തിൽ വിറ്റ് കാശാക്കുന്നു. അവരുടെ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന ചരക്കുകൾ ഇന്ത്യൻ കമ്പോളത്തിലോ അല്ലെങ്കിൽ ഏഷ്യൻ കമ്പോളത്തിലോ കൊണ്ടുവന്ന് വിറ്റ് കാശുണ്ടാക്കുന്നു. രണ്ട് തരത്തിലാണ് ഈ ചൂഷണം. ഒന്ന്, ഇവിടുന്ന് വസ്തുക്കൾ, കുരുമുളക്, ഏലം അല്ലെങ്കിൽ ഇവിടുത്തെ ധാതുക്കൾ, ഉപ്പ് അങ്ങനെയുള്ള ശേഖരിച്ച് കൊണ്ടുപോകുന്നു. അവിടുത്തെ യൂറോപ്യൻ കമ്പോളത്തിൽ വിൽക്കുന്നു, കാശുണ്ടാക്കുന്നു. രണ്ട്, 16, 17, 18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലെ പ്രത്യേകിച്ച് ബ്രിട്ടനിൽ സാങ്കേതിക വിദ്യ വികസിക്കുകയും നമ്മൾ വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്ന ഒരു ഉൽപ്പാദന വർധന ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഉൽപ്പാദന വർധന ഉണ്ടായപ്പോൾ ചരക്കുൽപ്പാദനം കൂടി. ചരക്കുൽപ്പാദനം കൂടിയപ്പോൾ നേരത്തെ അവർക്ക് വേണ്ടിയിരുന്ന ഏഷ്യൻ രാജ്യങ്ങളിലെ ഉൽപ്പന്നം ഇപ്പോൾ വേണ്ട. ഒരു സ്പെസിഫിക് ഉദാഹരണം പറഞ്ഞാൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്ന് തുണിത്തരങ്ങളും ശേഖരിച്ചിരുന്നു. കുരുമുളക് ശേഖരിച്ചു, കരിമ്പ് ശേഖരിച്ചു, ശർക്കര ശേഖരിച്ചു, അതേപോലെ തുണിത്തരങ്ങളും ശേഖരിച്ചു. തുണിത്തരങ്ങൾ യൂറോപ്പിലെ അഭിജാത വർഗത്തിന് ആവശ്യമായിരുന്നു, ഈ മേന്മയേറിയ തുണിത്തരങ്ങൾ. പക്ഷേ 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദമാകും 1784 പവർലൂം കണ്ടുപിടിച്ചു. അപ്പോൾ പവർലൂമിൽ ഉൽപ്പാദനം തുടങ്ങി. മിൽക്ക് തുണി വന്നു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വരുന്നു. ഹാൻഡ്ലൂമിൻ്റെ സ്ഥാനത്ത് പവർലൂം വരുന്നു. അപ്പോൾ ഉൽപ്പാദനം വർദ്ധിച്ചു. ഉൽപ്പാദനം വർദ്ധിച്ചപ്പോൾ ചരക്ക് കുന്നുകൂടി. ചരക്ക് കുന്നുകൂടിയപ്പോൾ ഏഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള തുണി അവർക്ക് വാങ്ങേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ പിന്നെ അന്ന് മാത്രമല്ല, അവരുടെ ഉൽപ്പന്നം ഏഷ്യയിൽ കൊണ്ടുവന്ന് വിൽക്കുകയും വേണം. അങ്ങനെ വിൽക്കുന്നതിന് ഇവിടുത്തെ ആൾക്കാരുടെ മനോഭാവത്തിൽ, നമ്മളൊരു ഉൽപ്പന്നം വിൽക്കുന്നതിന് മനോഭാവത്തെ എടുക്കും. ഉദാഹരണം, നമുക്ക് പല്ല് തേക്കണം. അപ്പം നമ്മുടെ അവരുടെ ടൂത്ത് പേസ്റ്റിൻ്റെ കച്ചവടമാണ് മെച്ചപ്പെടുത്തേണ്ടെങ്കിൽ പല്ലിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മളെ ആകർഷിക്കും. അത് ഏത് കച്ചവടക്കാരനും ചെയ്യുന്നത്. അവരങ്ങനെ ഇന്ത്യക്കാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിൽക്ക് തുണി ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചതും സാംസ്കാരികമായി കേരളീയർക്കൊരു രണ്ടാം മുണ്ട് വേണമെന്ന് തോന്നിയത്. ഒറ്റ മുണ്ടെടുത്ത നൂറ്റാണ്ടുകളായി ഒറ്റ മുണ്ടെടുത്ത് കിടന്ന്, അത് സവർണനായാലും അവർണനായാലും, ഉയർന്ന ജാതിക്കാരനായാലും താഴ്ന്ന ജാതിക്കാരനും ഒറ്റ മുണ്ടേ ഉടുത്തിരുന്നുള്ളൂ. ആ ഒറ്റ മുണ്ട് ഉടുത്തവരെയൊക്കെ കൊണ്ട് രണ്ടാം മുണ്ട് ഉടുപ്പിച്ചാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് തുണി വിറ്റഴിക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാക്കിയപ്പോൾ അവർ തുണി കച്ചവടം തുടങ്ങി. തുണി ഇവിടെ കൊണ്ടുവന്നു. അതിന് മിഷണറിമാരെ ഒരു ഉപകരണമാക്കി മാറ്റി എന്നുള്ളത് വാസ്തവം. ഇത് ചരക്കാണ് വരുന്നത്. ചരക്കിൻ്റെ പിന്നാലെ മൂലധനം തന്നെ വന്നു. അത് യൂറോപ്പിലെ ആഭ്യന്തര പ്രശ്നമാണ്. രാജ്യങ്ങൾ തമ്മിൽ തർക്കമായി. ഓരോ രാജ്യത്തിലെയും മുതലാളിമാരും തൊഴിലാളികളും തമ്മിൽ, ഓരോ രാജ്യത്തിലെയും മുതലാളിമാർ തമ്മിൽ കമ്പോളം പിടിക്കാനുള്ള മത്സരമാണ്. മുതലാളിത്ത രാജ്യങ്ങൾ തമ്മിൽ മുതലാളിത്ത രാജ്യങ്ങളും കോളനി രാജ്യങ്ങളും തമ്മിൽ ഈ 4 വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് ലെനിൻ പറയുന്നുണ്ട്. ഇതിനെ തരണം ചെയ്യാൻ വേണ്ടി, കാരണം മുതലാളിത്തത്തിന് അതിജീവന ശേഷി കൂടുതലാണ്, പ്രതിസന്ധിയെ തരണം ചെയ്യാൻ അവർക്ക് സാധിക്കും. അങ്ങനെ അതിജീവന ശേഷിയോടുകൂടി അവർ മൂലധനം കയറ്റുമതി തുടങ്ങി. ഉദാഹരണത്തിന്, ഇന്ത്യയിലെ പരുത്തി കപ്പലിൽ കയറ്റി ലണ്ടനിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ യോർക്ക്ഷയറിൽ കൊണ്ടുവന്ന് മില്ലിൽ തുണിയാക്കിയിട്ട് തിരിച്ച് കപ്പലിൽ കയറ്റി ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു. അപ്പോൾ അങ്ങോട്ടൊരു ചരക്ക് കൂലി കൊടുക്കണം, ഇങ്ങോട്ടൊരു ചരക്ക് കൂലി കൊടുക്കണം. ഇംഗ്ലണ്ടിലെ തൊഴിലാളിക്ക് കൂടുതൽ മെച്ചപ്പെട്ട കൂലി കൊടുക്കണം. അപ്പോൾ ഉൽപ്പാദനം തന്നെ കോളനിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ കുറഞ്ഞ കൂലിക്ക് തൊഴിലാളിയെ കിട്ടും, അസംസ്കൃത വസ്തു ഇവിടെ തന്നെ കിട്ടും, കമ്പോളവും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ചരക്ക് കൂലി ഒഴിവാക്കാം, കുറഞ്ഞ കൂലി മതി. അപ്പോൾ എന്തുമാത്രം കൊണ്ടുവന്നാൽ മതി? മൂലധനം കൊണ്ടുവന്നാൽ മതി. മൂലധനം കൊണ്ടുവന്ന് വെച്ചാൽ യന്ത്രം കൊണ്ടുവരിക, പണവും അങ്ങനെ. അപ്പോൾ മൂലധനം ചരക്കായി മാറുന്നു, പണം വിൽപ്പന ചരക്കായി മാറുന്നു. ആ മൂലധന കയറ്റുമതി തുടങ്ങുന്നത് നേരത്തെ അല്പസ്വല്പം ഉണ്ടായിരുന്നുവെങ്കിലും 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദം 1870-കൾക്ക് ശേഷമാണെന്ന് ചരിത്രകാരൻ, പിന്നെ എറിക് ഹോബ്സ്ബാവിനെ പോലുള്ള ചരിത്രകാരന്മാരും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ലെനിൻ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു പ്രസ്ഥാനവും ഏഷ്യൻ അല്ലെങ്കിൽ കോളനി രാജ്യങ്ങളിൽ മറ്റൊന്നുണ്ട്. ഇതിൻ്റെ ഉൽപ്പന്നമാണ്, ഇതിൻ്റെ സാംസ്കാരികമോ രാഷ്ട്രീയവുമായ ഉൽപ്പന്നമാണ് ദേശീയത എന്ന പ്രതിഭാസം.
ആ ദേശീയത രണ്ട് തരത്തിലുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ അയൽക്കാരനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന അഗ്രസീവ് നാഷണലിസം, ആക്രാമക ദേശീയത. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിലോ യൂറോപ്യന്മാരിങ്ങനെ ആക്രമിച്ചു വരുമ്പോൾ, ചരക്ക് കൊണ്ട് ചൂഷണം ചെയ്യുമ്പോൾ പ്രതിരോധിക്കാനുള്ള ഡിഫെൻസീവ് നാഷണലിസം. ഈ ഡിഫെൻസീവ് നാഷണലിസത്തെ പ്രോത്സാഹിപ്പിച്ചത് ഇന്ത്യയിലെ മധ്യവർഗ ബുദ്ധിജീവികളാണ്. അപ്പോൾ സംഭവിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വ്യാപിച്ചു, സർവകലാശാല വിദ്യാഭ്യാസം വന്നു, 3 യൂണിവേഴ്സിറ്റികൾ വന്നു. 857 തന്നെ 3 യൂണിവേഴ്സിറ്റി വന്നു, 3 പ്രസിഡൻസി കോളേജുകൾ വന്നു. പിന്നെ ക്രമേണ കോളേജുകളുടെ എണ്ണം കൂടി. ഇപ്പോൾ 857 3 യൂണിവേഴ്സിറ്റികൾ കൽക്കട്ടയിലും ബോംബെയിലും മദ്രാസിലും വരുന്നത്. 866 തിരുവനന്തപുരത്ത് കോളേജ് വന്നു, ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, പഴയ മഹാരാജാസ് കോളേജ്. 875 കൊച്ചിയിൽ കോളേജ് വന്നു. അതൊക്കെ ബിരുദ പഠനത്തിനുള്ളതാണ്. അപ്പോൾ ബിരുദധാരികളുടെ എണ്ണം കൂടി. ബിരുദധാരികൾ ആരായിത്തീരും? അവർ അഭിജാത വർഗത്തിൽ നിന്ന് വരുന്നവരായാലും തൊഴിലാളി വർഗത്തിൽ നിന്ന് വരുന്നവരായാലും വിദ്യാഭ്യാസം ലഭിച്ചാൽ അവരെത്തിപ്പെടുന്ന ഒരു മധ്യവർഗ മനോഭാവത്തിലായിരിക്കും. അങ്ങനെ ഒരു മധ്യവർഗ മനോഭാവമുള്ളവരുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിച്ചു. അവർക്കാണ് ചൂഷണത്തിൻ്റെ കാര്യം മനസ്സിലായത്. ചൂഷണത്തെ എങ്ങനെ നേരിടണമെന്ന് അവർക്കാണ് മനസ്സിലായത്. അവരുൽപ്പാദിപ്പിച്ച രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ പേരാണ് ദേശീയത. ആ ദേശീയതയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം എത്തുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലാണെങ്കിലും 880 തൊട്ട് ഇന്ത്യയിൽ, അല്ലെങ്കിൽ 870 തൊട്ട് ഇന്ത്യയിൽ വളർന്നു വരുന്ന മധ്യവർഗ ബുദ്ധിജീവികൾ അവരുണ്ടാക്കിയ ഒരുപാട് സംഘടനയുണ്ട്. പ്രാദേശിക സംഘടന, ബോംബെ അസോസിയേഷൻ, മദ്രാസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ഏകോപിത രൂപമാണ് 885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ തലപ്പത്താരായിരുന്നു? മുഴുവൻ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ലഭിച്ചവർ, ഒന്നുകിൽ അഡ്വക്കേറ്റുമാർ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥന്മാർ, അങ്ങനെയുള്ളവരാണ്. അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് കർഷകരും തൊഴിലാളികളും ആദിവാസികളും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരും ഉപ്പ് കാച്ചുന്നവരൊക്കെ രംഗത്ത് വരുന്നത്. അപ്പോൾ ഈ ബുദ്ധിജീവികളുടെ പിന്നിൽ ജനങ്ങൾ അണിനിരന്നു, നിരക്ഷരരും തൊഴിലെടുക്കുന്നവരായ ജനങ്ങൾ അണിനിരന്നു. അങ്ങനെ ഉണ്ടായതാണ് ദേശീയത എന്ന പ്രതിഭാസം. ആ ദേശീയത എന്ന പ്രതിഭാസത്തെ കൃത്യമായി അവതരിപ്പിക്കുകയും ബ്രിട്ടീഷുകാരോട് പൊരുതാൻ തക്കവണ്ണമുള്ള ഒരു ആയുധമാക്കി മാറ്റിയതും ഗാന്ധിജിയാണ്. നേരത്തെ അവർ സഹകരിക്കണ്ട എന്നൊരു നിലപാടിലേക്ക് ഇന്ത്യൻ നാഷണലിസം ഉണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വീണ്ടും പ്രതിസന്ധി ഉണ്ടാകുന്നു. കാരണം ഈ മുതലാളി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിജീവന ശേഷി കൂടുതലുള്ളവനാണ്. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന അല്ലെങ്കിൽ കോളൻ രാജ്യങ്ങളിൽ വരുന്ന അപകടം അവർ കാണുന്നുണ്ട്. ഇന്ത്യൻ ജനത അല്ലെങ്കിൽ കോളനികളുടെ ജനത ഒറ്റക്കെട്ടായി മുതലാളിത്തത്തെയും സാമ്രാജ്യത്തെ എറുത്തു കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പില്ലാതാവും. അപ്പോൾ നിലനിൽപ്പിന് വേണ്ടി എന്ത് വേണം? ഭിന്നിപ്പിക്കണം. ആ ഭിന്നിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കകത്തും ലോകത്തെ പല രാജ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തതിൻ്റെ പേരാണ് കമ്മ്യൂണലിസം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, 3 വാക്കുകൾ പറഞ്ഞാൽ മതി. ഇമ്പീരിയലിസം, അതിനെതിരെ നാഷണലിസം, നാഷണലിസം തകർക്കാൻ വേണ്ടി കമ്മ്യൂണലിസം. ഈ ത്രയം എന്ന് വേണമെങ്കിൽ പറയാം. ആ ത്രയത്തെ ഉണ്ടാക്കിയെടുത്തത് മുതലാളിത്തമാണ്, സാമ്രാജ്യത്വമാണ്. അപ്പോൾ ദേശീയതയും സാമ്രാജ്യത്തിൻ്റെ ഉൽപ്പന്നമാണ്, വർഗീയതയും സാമ്രാജ്യത്തിൻ്റെ ഉൽപ്പന്നമാണ്. ഗാന്ധിജി ആരാ? അഭ്യസവിദ്യനായ മധ്യവർഗ ബുദ്ധിജീവിയായിരുന്നു. അദ്ദേഹം സാധാരണ ജനങ്ങളോട് കൂടുതൽ ആഭിമുഖ്യം കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. സാധാരണക്കാരുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ, താതാത്മ്യം പ്രാപിക്കാൻ ഗാന്ധിജിക്ക് മറ്റുള്ളവരേക്കാൾ കൂടുതൽ സാധിച്ചതുകൊണ്ട് അദ്ദേഹം ജനകീയനായി. അദ്ദേഹവും മധ്യവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആൾ തന്നെയാണ്. ദേശീയയുടെ ഏറ്റവും വലിയ ഉദാഹരണവുമാണ്.